objectives of planning means long-term objectives of planning. So each plan has its own objective. That could be short-term objective, medium-term objective, or long-term objective. Commonly, Indian economic planning has a long-term objective. For example, in poverty alleviation. Poverty alleviation is a long-term objective of Indian economic planning. Ever since Indian economic planning started in 1951, poverty is an issue. Poverty has been an issue of Indian economy. So poverty alleviation is a long-term objective. Poverty is a major issue, major development issue of Indian economy. So alleviating poverty. So Garibi Hadao എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം ഇന്ദിരാഗാന്ധി അല്ലേ? അപ്പോൾ അതൊരു പൊളിറ്റിക്കൽ മോട്ടോ ആണ്. വിത്ത് പിന്നെ എക്കണോമിക് മോട്ടോ എന്ന് പറയാൻ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവോട് കൂടിയുള്ള ഒരു മോട്ടോ ആണ്. സോ ഫോർ ദാറ്റ് സോ മെനി programs have been implemented by the government of India. So ഒരു ഒബ്ജക്റ്റീവ് അതാണ് alleviation of poverty. Second objective, second എന്നല്ല ഞാൻ ജസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നേ ഉള്ളൂ. Second objective of Indian economic planning is economic growth, maximization of economic growth. Economic growth എന്നുള്ളത് ഒരു ഷോർട്ട് ടേം ഒബ്ജക്റ്റീവോ എന്ന് മാത്രം പറയാൻ പറ്റില്ല അല്ലേ? ഇറ്റ്സ് എ ലോങ് ടേം ഒബ്ജക്റ്റീവ്. ഇപ്പോൾ ഇന്ത്യ പിന്നെ ഈസ് സ്റ്റിൽ എ ഡെവലപ്പിംഗ് കൺട്രി. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഈസ് എ ഡെവലപ്ഡ് കൺട്രി. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനിയും വളരാനുണ്ട്, പരിമിതികളുണ്ട്. കാരണം ദേ ആർ ഓൾവേസ് ഡെവലപ്ഡ്. അപ്പോൾ അവരുടെ ഗ്രോത്ത് റേറ്റ് വിൽ ബി വെൽ ബിലോ ഇന്ത്യൻ ഇക്കോണമീസ് ഗ്രോത്ത് റേറ്റ്. ഇന്ത്യൻ ഇക്കോണമി ഈസ് എ ഗ്രോയിങ് ഇക്കോണമി. ചൈനീസ് ഇക്കോണമി ഈസ് ഓൾസോ എ ഗ്രോയിങ് ഇക്കോണമി. സോ ഗ്രോത്ത് റേറ്റ് ഓഫ് ഗ്രോയിങ് ഇക്കോണമീസ് വിൽ ബി മച്ച് ഗ്രേറ്റർ ദാൻ the developed economies. So growth is a development is a major objective of Indian economic plan. Maximization of economic growth. അത് വളരെ ക്ലിയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ പറയേണ്ടതുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് എന്ത് ചെയ്യേണ്ടത്. ഫിസ്ക്കൽ പോളിസി ഈസ് എ ഡിവൈസ് ഫോർ ഡ്രൈവിംഗ് economic. Monetary policy is another measure from the part of the government for driving economic. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റീവ്സ് പറഞ്ഞില്ലേ? ഒന്നെന്തായിരുന്നു? ഫസ്റ്റ് വൺ പോവർട്ടി ഇറാഡിക്കേഷൻ ഓർ അലിവിയേഷൻ. ഒന്ന്. രണ്ട് മാക്സിമൈസേഷൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ? ഇനി എന്താണ് നിങ്ങൾക്ക് പറയാണെങ്കിൽ പറയാം. നമുക്കത് മൂന്നാമത്തേത് third objective of self-reliance. Self-reliance. So self-reliant India has been a declared motto of the current central government under Modi. Atmanirbhar Bharat. Atmanirbhar Bharat, that means self-reliant India. അതാണ് മോട്ടോ. It is not a new motto. അതാണ് അതിന്റെ ഏറ്റവും വലിയ രസം. ഇതെന്തല്ല, ഒരു പുത്തൻ ആശയം എന്നല്ല. ഇത് പണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് പ്ലാൻ തുടങ്ങിയത് മുതലേ ആ ആശയം ഉണ്ട്. ഇറ്റ് ഇസ് നോട്ട് എ നോവൽ ഐഡിയ. അതൊരു ഒട്ടും ഒരു പുത്തൻ ആശയമല്ല. ആത്മനിർഭർ ഭാരത് പണ്ടത്തെ ഐഡിയ അല്ല. അത് മാത്രമല്ല, ഇപ്പൊ അങ്ങനെ പറയാൻ പാടുന്നുള്ള കാര്യം കൂടെ നമ്മൾ എക്കണോമിക്സ് സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. അതായത് എന്താണത് എനിക്ക് പറയാൻ കാരണം, സെൽഫ് റിലയന്റ് ഇന്ത്യ എന്ന് പറയുമ്പോൾ വി പ്രൊഡ്യൂസ് വാട്ട് എവർ വി നീഡ്. നമുക്ക് ആവശ്യമെല്ലാം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ദർ ഇസ് നോ ട്രേഡ് എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡിനെതിരാണ് വാസ്തവത്തിൽ ആ മുദ്രാവാക്യം. പക്ഷേ അത് അക്ഷരാർത്ഥത്തിൽ എന്തല്ല, ആത്മനിർഭർ ഭാരത് പൂർണ്ണമായ അർത്ഥത്തിൽ അങ്ങനെ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമുക്കും അറിയില്ല. കാരണം പൂർണ്ണമായ അർത്ഥത്തിൽ ആത്മനിർഭർ ഭാരത് അതേപടി നടപ്പാക്കുകയാണെങ്കിൽ there is no need for import, there is no trade. കാരണം എല്ലാം നമ്മളിവിടെ ഉത്പാദിപ്പിക്കുകയാണ്. പക്ഷെ ട്രേഡിന്റെ അടിസ്ഥാന സിദ്ധാന്തം എന്താണ് കൂടെ നമ്മൾ എക്കണോമിക്സ് വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണത്? അതായത് സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ
ലഭ്യമാക്കുക എന്നുള്ളതാണ് ട്രേഡിന്റെ ലക്ഷ്യം. അതാണ് ട്രേഡിന്റെ ബേസിക് അതാണ്. ഇപ്പൊ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പിന്നെ 100 രൂപക്ക് കിട്ടുന്ന സാധനം, വില കൊടുക്കേണ്ട സാധനം ട്രേഡ് ചെയ്യണം, ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 50 രൂപക്ക് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ 50 രൂപയുടെ കുറവാണ്. അതാണ് ട്രേഡിന്റെ അടിസ്ഥാനം. അപ്പൊ അങ്ങനെ വിലക്കുറവിൽ കിട്ടുന്നതുകൊണ്ടാണ് ട്രേഡ് നടക്കുന്നത്. സോ 100% ആത്മനിർഭർ ഭാരത് ഈസ് നോട്ട് പോസിബിൾ. പക്ഷെ വി നീഡ് ടു increase the efficiency of the economy by minimizing the cost of production. അത് വേണ്ടത് തന്നെയാണ്. ഇപ്പം 100% എടുക്കുന്നൊന്നുമില്ല, എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ പ്ലാനിങ് തുടങ്ങിയ കാലത്ത് നമ്മളെന്തായിരുന്നു, വി ആർ മോർ നോട്ട് പ്യുവർലി സോഷ്യലിസ്റ്റ് ഇക്കോണമി. സോഷ്യലിസ്റ്റ് ഇക്കോണമി അല്ല, പക്ഷെ പ്ലാനിങ്ങിന്റെ ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ സോഷ്യലിസം ആണ്. അവിടുന്നാണ് നമ്മൾ പ്ലാനിങ് എടുക്കുന്നത്, അല്ലെ? അപ്പോ അതിനോട് കൂടുതൽ ചായ്വുള്ള കാലഘട്ടമായിരുന്നു വന്നു. നെഹ്റു ഒക്കെ കുറച്ചും കൂടെ ഇൻഫ്ലുവൻസ്ഡ് ബൈ സോവിയറ്റ് യൂണിയൻ, സോവിയറ്റ് പ്ലാനൊക്കെയാണ്. ഇപ്പൊ പക്ഷേ 1991 ശേഷം പിന്നെ വി ആർ ഹെഡിങ് ടുവേർഡ്സ് എ ഗ്ലോബലൈസ്ഡ് ഇക്കോണമി, അല്ലെ? അതിപ്പോഴും വി ആർ സസ്പെക്ടിങ് ദാറ്റ് വെദർ വി ആർ ഹെഡിങ് ബാക്ക് ടു റെസ്ട്രിക്റ്റീവ് ഇക്കോണമി എന്ന്. അപ്പൊ ഏതായാലും ആത്മനിർഭർ ഭാരത് ഓർ സെൽഫ് റിലയൻസ് ഇന്ത്യ. സെൽഫ് റിലയൻസ് ഈസ് ആൻ ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാൻ. അപ്പൊ 100% അങ്ങനെ നടപ്പാക്കണം എന്നില്ല. എന്നാലും വി നീഡ് ടു പ്രൊഡ്യൂസ് വാട്ട് എവർ വി നീഡ് അറ്റ് ദ മിനിമം കോസ്റ്റ്. അപ്പോ ഒന്നെന്താണ് പോവർട്ടി എലിവിയേഷൻ, 2 മാക്സിമൈസേഷൻ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, 3 സെൽഫ് റിലയൻസ്, 4 ഏതാ അൺഎംപ്ലോയ്മെന്റ്, റിഡക്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പിന്നെ സോ മെനി പീപ്പിൾ ആർ അൺഎംപ്ലോയിഡ് ഓർ അണ്ടർ എംപ്ലോയിഡ് ഇൻ ഇന്ത്യ. നമ്മൾ അൺഎംപ്ലോയ്മെന്റ് പറയുമ്പോൾ വേഗം പറയും യൂത്ത് അൺഎംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ. അപ്പൊ അത് പക്ഷേ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. അത് അൺഎംപ്ലോയ്മെന്റ് ആയിട്ടല്ല. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി ഇല്ലാത്തതുകൊണ്ട് പോകുന്നില്ല എന്നല്ല. ഇപ്പൊ കണ്ടക്ടർമാരായിട്ടുള്ള ആളുകൾ ഒരുപാട് ഹിന്ദി ആളുകളുണ്ടാവും, അല്ലെ? അതെന്താണ്? അൺഎംപ്ലോയ്മെന്റ് അല്ലാതെ അണ്ടർ എംപ്ലോയ്മെന്റ് ആണ്. സോ ബട്ട് alleviation or reduction of unemployment is a major objective of Indian economy. So for that, government need to create more employment opportunities. Employment opportunity create ചെയ്യുന്ന വെച്ചാൽ എങ്ങനെയാണ്? ഇതെങ്ങനെയാണ് റെക്കോർഡിംഗ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഎംപ്ലോയ്മെന്റ്. സോ അൺഎംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇക്കോണമി ഷുഡ് ഫങ്ഷൻ വെൽ, അല്ലെ? സോ ഇക്കണോമിക് ഗ്രോത്ത് ഷുഡ് ബി അറ്റ് ദ ഒപ്റ്റിമം അല്ലെങ്കിൽ മാക്സിമം ലെവൽ. അപ്പോ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് വിൽ ബി ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ്. Employment opportunities will not only be created by the government through government posts, government jobs. അത് മാത്രമല്ല, ഇപ്പൊ ബീഹാർ ഇലക്ഷനിൽ ഒരു ഇത് അതായിരുന്നു, അല്ലെ? ഒരു അൺഎംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ട പിന്നെ പ്രഖ്യാപനങ്ങളായിരുന്നു ബീഹാർ ഇലക്ഷന്റെ ഒരു ഒരു മോട്ടോ, അല്ലെ? അപ്പോ റെഡ്യൂസിങ് അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ ക്രിയേറ്റിംഗ് മോർ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഈസ് അനദർ ഒബ്ജക്റ്റീവ്. എത്രണ്ണായി? പോവർട്ടി എലിവിയേഷൻ 1, മാക്സിമൈസിങ് എക്കണോമിക് ഗ്രോത്ത് 2, സെൽഫ് റിലയൻസ് 3, അൺഎംപ്ലോയ്മെന്റ് റിഡക്ഷൻ 4. നീളം അതേപോലെ ഒരു ഡെവലപ്മെന്റ് ഇഷ്യൂ ഇനീക്വാളിറ്റി, റിഡക്ഷൻ ഓഫ് ഇനീക്വാളിറ്റി. ഇനീക്വാളിറ്റി has been another major development issue of all economies in the world, especially developing economies. So inequality is supposed to be higher in poor income economies.
ഇപ്പൊ ഇന്ത്യയിൽ നമുക്കറിയാം വി ഹാവ് റിലയൻസ്, മുകേഷ് അംബാനി, ആൻഡ് വി ഹാവ് പീപ്പിൾ വിത്ത് നത്തിങ്, അല്ലെ? ഒന്നുമില്ലാത്ത ആളുകളുണ്ട്, എല്ലാം ഉള്ള ആളുകളുണ്ട്. സോ ഇനീക്വാളിറ്റി ഈസ് എ ഹ്യൂജ് ഇഷ്യൂ, ഡെവലപ്മെന്റ് ഇഷ്യൂ ഓഫ് ഇന്ത്യൻ ഇക്കോണമി. സോ ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് മെഷേഴ്സ് ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി. അപ്പൊ അതിനുള്ള എന്തൊക്കെ മെഷേഴ്സ് ആണ് ഗവൺമെന്റ് എടുക്കുന്നത്? നിങ്ങൾ പിന്നെ എന്തെങ്കിലും നിങ്ങൾ ഓർമ്മയിലുണ്ടോ? സ്ഥിരമായി എടുക്കുന്ന മെഷേഴ്സ്, അതായത് ഇനീക്വാളിറ്റി ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ കുറച്ചു കൊണ്ടുവരാൻ ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുക്കാറുള്ളത് സാധാരണ? പറയും മകൻരേഖ, അല്ലെ? പക്ഷേ MGNREG അല്ലെങ്കിൽ മകൻരേഖ നമുക്ക് ചുറ്റി പറയും. മകൻരേഖ, MGNREG. മകൻരേഖ ഈസ് എ പ്രോജക്ട് ടു അലിവിയേറ്റ് പോവർട്ടി, റെഡ്യൂസ് അൺഎംപ്ലോയ്മെന്റ്. ഇനീക്വാളിറ്റി ചെറുതായിട്ട് പറയാം, പക്ഷെ അതൊരു ഇനീക്വാളിറ്റി അല്ല അതിന്റെ മേജർ ഫോക്കസ്, പോവർട്ടി ഒക്കെ. അതായത് ഇൻകം ടാക്സ് എന്നുള്ളത് വളരെ അപ്പാരന്റ്ലി ഇറ്റ് ഈസ് എ മെഷർ ടു റെഡ്യൂസ് ഇനീക്വാളിറ്റി. അതായത് ഇൻകം ഉള്ള ആളുകൾക്ക് ടാക്സ് വാങ്ങിയിട്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇല്ലാത്തവർക്ക് കൊടുക്കുന്നത് പെൻഷൻ രൂപത്തിലോ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ ആയിട്ടാണ്. പക്ഷെ അത് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ലാന്ന് പറയാം. നടക്കേണ്ട തന്നെയാണ്, സംശയമൊന്നുമില്ല. ഗവൺമെന്റ് ഹാസ് ടു ടേക്ക് കെയർ ഓഫ് ദ പീപ്പിൾ ഹു ഹാവ് നത്തിങ്. ഗവൺമെന്റ് തന്നെയാണ് അതൊക്കെ ചെയ്യേണ്ടത്. പക്ഷെ നമ്മുടെ ഗവൺമെന്റുകൾ അതൊന്നും അത്രത്തോളം യോഗ്യ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടെന്നുള്ള സംശയം തന്നെയാണ്. ഒന്നാമത് നമ്മൾ വി ആർ പുവർ ഇക്കോണമി, അല്ലെ? മറ്റൊന്നുള്ളത് പൊളിറ്റിക്കലി പിന്നെ കറപ്റ്റ് ഇക്കോണമി. കറപ്റ്റ് ഇക്കോണമി മീൻസ് കറപ്റ്റ് സിസ്റ്റം. സിസ്റ്റം വളരെ കറപ്റ്റഡ് ആണല്ലോ നമുക്കറിയാം. അതുകൊണ്ട് അപ്പോൾ ഇനീക്വാളിറ്റി റിഡക്ഷൻ ഈസ് അനദർ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് പ്ലാൻ. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, ഫസ്റ്റ് പോവർട്ടി എലിമിനേഷൻ, മാക്സിമൈസേഷൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, സെൽഫ് റിലയൻസ്, റിഡക്ഷൻ ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഇനീക്വാളിറ്റി റിഡക്ഷൻ. ഇനി അതെല്ലാം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ടുള്ളത്. പിന്നെ ഒന്നുകൂടി നമുക്ക് പറയാം, ലാസ്റ്റ് ആയിട്ട് പറയാം, ആറാമതല്ല, എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇതോടൊപ്പം നമുക്ക് വേണ്ടത് എന്താണ്? ഇക്കോണമി ഷുഡ് സ്റ്റേ സ്റ്റേബിൾ. ഇക്കണോമിക് സ്റ്റെബിലിറ്റി ഈസ് പോസിബിൾ വിത്ത് പ്രൈസ് സ്റ്റെബിലിറ്റി, വിത്ത് എന്താണ് പിന്നെ full employment is the maximum objective. അപ്പോൾ economic stability can be achieved through price stability. For that we need to control inflation, deflation, stagflation, like. So for that government has two measures. ഏതൊക്കെയാണത്? രണ്ട് പ്ലാനിങ്. We are not talking about 5-year planning. We are talking about economic planning. 5-year planning is a part of planning. ഇപ്പൊ നമുക്ക് എന്തില്ല, 5-year planning ഇല്ല, പക്ഷെ പ്ലാനിങ് ഉണ്ട്. We still have planning. ആ പ്ലാനിങ് നടക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ബഡ്ജറ്റ് കൊണ്ടുവരാൻ പോവാണ്, അതൊരു പ്ലാനാണ്. അതിൽ പറയുന്നൊക്കെ പ്ലാനല്ല, അല്ലേ? ഇപ്പൊ കേരള ഗവൺമെന്റ് ഒരു ബഡ്ജറ്റ് വോട്ടോൺ അക്കൗണ്ട് ആകുമ്പോൾ ഒരു മാസത്തെ കാലാവധി ജൂണിൽ അടുത്ത ഗവൺമെന്റ് വരും. ഗവൺമെന്റ് എന്ന പുതിയ ബഡ്ജറ്റ് വരും, പക്ഷെ അതിന് മുമ്പ് ഒരു ബഡ്ജറ്റ് വരും. തോമസ് ഐസക് ഒരു ബഡ്ജറ്റ് കൊണ്ടുവരും. അപ്പൊ അത് ഇപ്പോൾ വോട്ടോൺ അക്കൗണ്ട് ആയി, കാരണം ഒരു മാസത്തെ കാലാവധിക്കുള്ളൂ. ഏപ്രിൽ 2 മാസം, അല്ലെ? ഏപ്രിൽ 2 മാസം ആ കാലാവധി നടപ്പാക്കാനുള്ളതാണ്. അതൊരു പ്ലാനാണ്. അതെന്താണ്? അത് ഫിസിക്കൽ പോളിസിയാണ്. കാരണം അതിലൂടെ വരുന്ന എന്താ, ടാക്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ, എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട കുറെ നടപടികൾ, പിന്നെ പോളിസികളൊക്കെയാണ്. സോ ദാറ്റ് ഈസ് ഫിസിക്കൽ പോളിസി. ഇനി മോണിറ്ററി പോളിസി ഈസ് അനദർ ഒബ്ജക്റ്റീവ് ഫോർ എക്കണോമിക് സ്റ്റെബിലിറ്റി. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ മണി സപ്ലൈ കൺട്രോൾ ചെയ്താൽ മതി എന്നുള്ളതാണ് അതിന്റെ സിദ്ധാന്തം. മണി സപ്ലൈ അതാരാ ചെയ്യാം? RBI, അല്ലെ? RBI ഹാസ് എ മോണിറ്ററി പോളിസി കമ്മിറ്റി and they will review the economic status of the country from time to time and they will take the decision accordingly. So these are the objectives of economic planning, അല്ലെ? ഇതാണ് ഞാൻ ബോർഡൊന്നും എഴുതുന്നില്ല, അല്ലെ? ഇനി അത് എന്ത് ചെയ്യും? മതി.